ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കിയാണ് ബട്ടർ കാഷ്യൂ കുക്കീസ്. ബട്ടർ കുക്കീസിന്റെ ഉത്ഭവം തന്നെ ഡെൻമാർക്കിലാണ്. ഡാനിഷ് കുക്കീസ് എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ എൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇച്ചിരി കാഷ്യൂ നട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നേ ഇൻഗ്രീഡിയൻസ് ശരിക്കും വേണ്ടു. അപ്പൊ നമുക്ക് ഈ പുതിയ ട്വിസ്റ്റിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മുട്ട ഉപയോഗിക്കാത്തതുകൊണ്ട് എൻ്റെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വലിയ സന്തോഷം. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഈസി ബട്ടർ കാഷ്യൂ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നമുക്ക് മലയാളികൾക്ക് കാഷ്യൂ നട്ട്സ് നല്ല ഇഷ്ടം അല്ലേ? പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് നോക്ക്, നല്ല റോസ്റ്റ് ചെയ്ത കാഷ്യൂ. ഞാൻ ചെറുതായിട്ട് നെയ്യിലൊന്ന് അത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് കേടാവില്ല ഇരുന്നാലും. അതിന് വേണ്ടിട്ടാട്ടോ. 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. റൂം ടെമ്പറേച്ചറാണ്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര, ഞാനത് പൊടിച്ച പഞ്ചസാരയുടെ എടുത്തേക്കണത് 1/2 കപ്പ്. ഇത് ഏകദേശം 75 ഗ്രാം വരും. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉള്ളൂ കേട്ടോ. 225 ഗ്രാം മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ബട്ടർ എടുക്കുകയാണെ. റൂം ടെമ്പറേച്ചറിലുള്ള ഏകദേശം അലിഞ്ഞു തുടങ്ങിയ ബട്ടർ ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് അടിക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഈ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാനേ. നല്ല ഭംഗിയായിട്ട് ഇത് അടിച്ചെടുക്കണം. 4 മിനിറ്റ് നമുക്കിത് അടിക്കണം കേട്ടോ. 4 മിനിറ്റ്. ഇനി നമ്മൾ ഇതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ സാധാ മൈദ ഇടാൻ പോവാണ്. അതിലേക്ക് നമ്മളൊരു കാര്യം ചെയ്യണം, 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പിടുന്നത് ഇതിന്റെ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്, അതായത് ഉപ്പില്ലാത്ത ബട്ടർ. ഉപ്പുള്ള ബട്ടറാണ് ഉപയോഗിക്കണമെങ്കിൽ ഇനി ഉപ്പ് എക്സ്ട്രാ ഇടണ്ട കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കൂടെ മിക്സ് ആവാനായിട്ട് ഇത് അരിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇങ്ങനത്തെ അരിപ്പ നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാരണ സ്റ്റീലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ അരിപ്പ വെച്ച് നമുക്ക് അരിക്കാം കേട്ടോ. ഇനി നമ്മള് ചെയ്യാൻ പോണത് ഇതിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഇങ്ങനെ ഇടും, ഇങ്ങനെ മിക്സ് ചെയ്യും, ഇങ്ങനെ ഇടും, ഇങ്ങനെ മിക്സ് ചെയ്യും. ഇതിനെ ബേക്കിങ്ങിൽ പറയുന്ന രീതി കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ്. ഫോൾഡ് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ നമ്മള് ഇത് പതുക്കെ സോഫ്റ്റ് ആയിട്ട്, നമ്മള് ബ്രെഡും ബണ്ണൊക്കെ നീഡ് ചെയ്യണ പോലെ ഇത് നീഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക, വളരെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ട് ഇനി ചെയ്യാനുള്ളത് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ കാഷ്യൂ നട്ടില്ലേ, ഈ കാഷ്യൂ നട്ട് നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചു മിക്സിയിലൊന്നും ഇടരുതിട്ടാലും. അതിനൊരു ഈസി പണി കാണിച്ചു തരാം. ഞാൻ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അതിന് ഫോളോ ചെയ്താൽ ഈസി ആയിരിക്കും. കശുവണ്ടി പരിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഈ പതുക്കെ റോൾ പിന്നില്ലേ, അതുകൊണ്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് പൊടിച്ചു കഴിഞ്ഞു. ഈ പാത്രത്തിലേക്ക് ഇടാൻ പോകണ്ട. ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ട്രേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിരിച്ചു. ഈ വിരിക്കണ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രിയിൽ വെച്ചേക്കണ നമ്മുടെ ബട്ടർ കുക്കീസിന്റെ ഈ ഡോ എടുത്തിട്ട് പതുക്കെ കൈ കൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പരത്തുക. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞെക്കി ഭയങ്കര ഹാർഡൊന്നും ആക്കരുത്. ഇതിനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിനെ പതുക്കനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഈ കശുവണ്ടി പൈപ്പിലൊന്ന് മുക്കുക. അപ്പൊ ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ടാവും. ഇതെടുത്തിട്ട് ഇവിടെ വെക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. അപ്പൊ നമ്മള് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവൻ, അത് മറക്കല്ലേ. പ്രീഹീറ്റ് ചെയ്യാത്ത ഓവനിലേക്ക് ഒരു സാധനം കൊണ്ട് വെക്കാൻ പാടില്ല. അത് ഇതിന്റെ ഒരു നിയമമാണ്. അപ്പൊ അത് ഓർക്കുക. ഇങ്ങനെ പതുക്കെ ഉരുട്ടി കാഷ്യൂ ബട്ടർ കുക്കീസ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കാം. അതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് കേട്ടോ.
നിങ്ങൾ കണ്ടു, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അവൻ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് 180 ഡിഗ്രിയിൽ. നമ്മളിത് 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതി 180 ഡിഗ്രിയിൽ. അപ്പൊ നമുക്ക് ഓവനിൽ ഇത് കയറ്റി വെക്കാം. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓവനിലേക്ക് നമ്മളിത് വെക്കുകയാണ്. 10 മുതൽ 15 മിനിറ്റ് വരെ മാക്സിമം വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അത് വയർ റാക്കിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഈസി കാഷ്യൂ ബട്ടർ കുക്കീസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കാണാൻ നമുക്ക് അതിന്റെ ബാക്കും ഫ്രണ്ടൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ടേസ്റ്റ് നോക്കാൻ മതിയാ. ക്രിസ്പി അല്ലേ? നല്ല ക്രിസ്പിയാ. ടേസ്റ്റ് ഉണ്ടാവാ. സൂപ്പർ ടേസ്റ്റ്. അത് മതി. ഇഷ്ടായി, നന്നായിട്ട് ഇഷ്ടായി. അപ്പൊ നമ്മുടെ ഇത് ഉണ്ടാക്കിയത് ആളുകൾ കണ്ടിട്ട് നിങ്ങള് വീട്ടിലുണ്ടാക്കി നോക്കും. ഓക്കെ, അപ്പൊ see you next time. Bye.